ായിട്ട് ഞാൻ വളരെയധികം മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ അനുഭവമാണ്. കാരണം എനിക്കൊരിക്കലും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച ട്രാൻസ് വ്യക്തികളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഉള്ള കാര്യമാണ്. കാരണം ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ ട്രാൻസ് ആണ് എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള വ്യക്തികളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഉള്ള കാര്യം തന്നെയാണ്. ഞാൻ ആ പോസ്റ്റ് റിമൂവ് ചെയ്തിട്ടില്ല. ആ സ്റ്റാൻഡിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച വ്യക്തികൾ, കുട്ടികളുള്ള വ്യക്തികൾ എനിക്കൊരിക്കലും ട്രാൻസ് ആയിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനോട്ട് ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നത്. ഞാനിപ്പോൾ വർക്കിന് പോയിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. അത് ഷൊർണൂരായിരുന്നു വർക്ക്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വോയിസുകൾ കേൾക്കാനായിട്ട് ഇടയായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വോയിസുകളാണ്. അത് നിങ്ങൾക്ക് ഞാനത് കേൾപ്പിച്ചു തരാം. അതിൽ ഞാൻ കുറച്ച് ആൾക്കാരുടെ വോയിസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. പറയുന്നത് അവക്കടെ വീട്ടിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ അവൾ എവിടെ പോയി അവിടെ ചെല്ലുക. അവള് വർക്കിന് മുമ്പിൽ വർക്കും ഇടയ്ക്ക് അങ്ങ് ഇവര് മറുപടി പറയിച്ചിട്ട് പോവുക, പബ്ലിക്കിൽ നിർത്തി മറുപടി പറയിക്കുക. കല്ലടി പോകേണ്ടത് ഇവിടെ കല്യാണ ദിവസമാണ് പറയേണ്ടത്. പോയിട്ട് എല്ലാരെയും കണ്ടു. അപ്പൊ ഇവിടെ നിന്ന് ആറുമ്പോഴേ അറിയത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ കല്യാണ ദിവസം വരെ കാത്തിരിക്കാനാണ് പ്ലാന്. ദയവ് ചെയ്ത് ഇതിന് ആരെങ്കിലും ഒരു വീഡിയോ ഇടുക ഇതിനെതിരെ. പച്ചയ്ക്ക് പറ്റുമെങ്കിൽ അവളുടെ പേര് വരെ അത് പറയുക. ഇവിടെ നമ്മുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ ഈ പറയുന്ന ആള്. അതുകൊണ്ട് അവളുടെ പേര് വെച്ച് തന്നെ ഒരു വീഡിയോ ഇടുക. ഇവിടെ നാട്ടിക്കണം. നോക്കി ഇവിടെ വീട്ടിൽ എന്തോ വണ്ടികൾ വെറുതെ ഒട്ടിങ്ങനെ പോകുന്നു. വണ്ടി എടുത്ത് പോകുമ്പോ അത് വണ്ടികളെ കയറിയാൽ തീരും, 1 മിനിറ്റ് കൊണ്ട് തീരും. എന്നിട്ടോ ലോകത്തിലെ വലിയ സ്ത്രീ കളിക്കുന്നു മറ്റുള്ള കമ്മ്യൂണിറ്റിയുടെ അണ്ണാക്കി കൊടുത്തിട്ട്. അപ്പൊ ഇതിലവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ വർക്കിന് പോകുന്ന സ്ഥലത്ത് പോയിട്ട് എന്നെ പിടിച്ചിറക്കിയിട്ട് അവിടെ ഇവർക്ക് പാഠം പഠിപ്പിക്കണം. പിന്നെ ഞാൻ ഉദ്ഘാടനത്തിന് പോകുന്ന സ്ഥലത്ത് ഇവര് ഓട്ടോയിൽ വന്നിട്ട് അവിടെ മൈക്ക് കെട്ടി വെച്ച് അവിടെ വിളിച്ച് പറയണം. പിന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ തല്ലണം, എൻ്റെ വീട് ആക്രമിക്കണം, എൻ്റെ കല്യാണ സ്ഥലത്തേക്ക് വന്നിട്ട് കല്യാണം മുടക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പബ്ലിക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു പച്ച ആളുകൾ ചേർന്ന് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. ശരിക്കും എൻ്റെ ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയുമ്പോഴേ അതിന് മറുപടി കൊണ്ടുവേണം നേരിടാൻ വേണ്ടിയിട്ട്. അവർ അതിന് മറുപടി അറിയാൻ ബാധ്യസ്ഥരാണ് അങ്ങനെയുള്ള ആൾക്കാർ. പക്ഷേ ഇങ്ങനെ ഗ്രൂപ്പിൽ ഞാനില്ലാത്ത ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ആളുകളെ ചേർത്തിട്ട് ആഹ്വാനം ചെയ്യാണ് എന്നെ ആക്രമിക്കണം, എൻ്റെ ജോലി സ്ഥലം ഇതാക്കണം, പൊതുസമൂഹത്തിൽ അവൾക്ക് നല്ല പേരുണ്ട്, നമ്മൾ കുറെ മീഡിയാസിനെ വിളിച്ചു കൂട്ടിയിട്ട് അവള് കള്ളിയാണ്, അവള് പിടിച്ചുപറിക്കാരിയാണ്, അവള് മോശക്കാരിയാണെന്ന് നമ്മൾ വിളിച്ചു പറയണം. അപ്പൊ നമ്മളെ കേൾക്കാനും ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു 10-15 വർഷമായിട്ട് നന്നായിട്ട് ജോലിയെടുത്താണ് ജീവിക്കുന്നത്. എൻ്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ. എനിക്ക് താങ്ങുന്നില്ല. ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും എനിക്കിങ്ങ് ഈ വോയിസിലൊക്കെ കേട്ട സമയത്ത് എനിക്കിങ്ങ് വീട്ടിലെത്തിക്കോളാൻ മതിയായിരുന്നു. ഞാൻ അത്ര ഇതായിട്ട് ഞാൻ എങ്ങനെയോ ഞാൻ വീട്ടിലെത്തി. കാരണം ഞാൻ എൻ്റെ ഈ വീടായ കാലം മുതൽ എല്ലാ ആൾക്കാരുണ്ട്, എല്ലാ ഇതുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പൊ എനിക്ക് പേടിയുണ്ട്. ഇത്ര ആൾക്കാരെ ഇവരിൽ കമ്മ്യൂണിറ്റിയിൽ, ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഒരുപാട് ഗുണ്ടായിസം വെച്ച് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവര് എന്ത് ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണ്. ഇവരെ കാരണം ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും മൂടി ആൾക്കാർ ഇങ്ങനെ സേവ് ചെയ്ത് കൊണ്ടുപോവാണ്. മുമ്പൊരിക്കല് ഞാൻ ഇതുപോലെ ട്രാൻസ് വ്യക്തിക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ലെന്നും ട്രാൻസ് മെൻസിന് അതിനുള്ള സയന്റിഫിക്കലി അതിനുള്ള ഇതുണ്ടെന്നും ഞാൻ സയന്റിഫിക്കലി ഇതുള്ളത് വെച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അന്നും ഇതുപോലെ, പക്ഷെ ഞാൻ ഇതുവരെ ആ ഒരു കാര്യം ഞാൻ പൊതുസമൂഹത്തിൽ ഷെയർ ചെയ്തിട്ടില്ല. അന്ന് ഇതുപോലെ വളരെ മോശമായിട്ട്, വളരെ മൃഗീയമായിട്ട് ഇവരിനെ ഗ്രൂപ്പിലിട്ട്
അങ്ങോളം ഇങ്ങോളം ഉള്ള ആൾക്കാർ വളരെ മോശമായിട്ട് പറഞ്ഞു. ഞാൻ ഇന്ന് ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. ശരിക്കും ഞാൻ ഒരു വ്യക്തികളെയും പേരെടുത്ത് പറയുകയോ എൻ്റെ ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ ഒരു വ്യക്തിയുടെ പേരോ എൻ്റെ പ്രീവിയസ് പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ ഒരു വ്യക്തിയുടെയും പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല.